100 ദിവസത്തിലേറെ നീണ്ടുനിന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിന് അവസാനമായി. ഫെബ്രുവരി 22 തുടങ്ങിയ ഈ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാം എന്ന് തന്നെ ആയിരിക്കും അമേരിക്കയും ഇസ്രയേലും ഒക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ സർക്കാരിലെയും സൈന്യത്തിലെയും ഉന്നത നേതാക്കൾ മിക്കവാറും ഇല്ലാതായിട്ടും ഇറാൻ ഭരണ സംവിധാനം തകർന്നില്ല. അവിടെയാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നത്. അയത്തുള്ള ഖമനേയ്ക്ക് പകരം അധികാരത്തിലെത്തിയ മൊജ്തബ ഖമനേയും കടുത്ത നിലപാടുകൾ തന്നെ തുടർന്നപ്പോൾ യുദ്ധവും നീണ്ടുപോയി. 4 ദിവസം കൊണ്ട് ഇറാനെ തങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാം എന്ന കണക്കുകൂട്ടലിൽ അമേരിക്കയും ഇസ്രയേലും തുടങ്ങിയ യുദ്ധം 108-ാം ദിവസത്തിൽ ഒരു ഒത്തുതീർപ്പ് ധാരണയിലെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തോറ്റത് അമേരിക്കയും ഇസ്രയേലും തന്നെയാണ്. ഇറാനിലെ ഭരണമാറ്റം എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയ യുദ്ധം ഇറാനിലെ 2ാം നിര നേതാക്കൾ ഭരിക്കാൻ എത്തിയപ്പോഴും തുടരുകയായിരുന്നു. ലോകത്തെ 1-ാം നമ്പർ ആയുധ ശക്തികളായ അമേരിക്കയെ 16-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇറാൻ 108 ദിവസം പ്രതിരോധിച്ചു എന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ വിജയമാണ്. അമേരിക്കയെ വിശ്വസിച്ച സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെ ശക്തമായി ആക്രമിച്ചുകൊണ്ട് ഇറാൻ അവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇസ്രയേലിനും കനത്ത തിരിച്ചടി കിട്ടിയതോടെ ആക്രമണത്തിൽ നിന്നും താൽക്കാലിക വെടിനിർത്തലോടെ അവർ പിന്മാറുകയും ചെയ്തു. ഇറാനിലെ ഈ യുദ്ധം കാരണം ജനപിന്തുണയിൽ അമേരിക്കയിൽ വലിയ ഇടിവാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ടായത്. മാത്രമല്ല ആ രാജ്യത്ത് വിലക്കയറ്റവും ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ഇറാൻ പരമാവധി നീട്ടിക്കൊണ്ടുപോയത്. ആഗോള എണ്ണ പ്രതിസന്ധി രൂക്ഷമാക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. ലോകം യുദ്ധക്കെടുതി അനുഭവിച്ചറിഞ്ഞതോടെ അമേരിക്ക ഒറ്റപ്പെടുന്നൊരു സ്ഥിതിയും ഉണ്ടായി. ഹോർമുസ് തുറക്കാതെ ഇറാൻ സാമ്പത്തിക യുദ്ധം നീട്ടിക്കൊണ്ടുപോയതോടെ പടിഞ്ഞാറൻ രാജ്യങ്ങളും ബുദ്ധിമുട്ടിലായി. ഇപ്പോൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സ്വിറ്റ്സർലൻഡിൽ ഒപ്പുവെക്കാനിരിക്കുന്ന സമാധാന കരാറും ഇറാനെതിരെയുള്ള നാവിക ഉപരോധം പിൻവലിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും വെറുമൊരു വെടിനിർത്തൽ കരാർ മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ പോലീസ് എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയ്ക്കും അവരുടെ എക്കാലത്തെയും വിശ്വസ്ത പങ്കാളിയായ ഇസ്രയേലിനും കിട്ടിയ ഒരു തിരിച്ചടിയായിട്ടാണ് ലോകം കാണുന്നത്. ഇറാനിലെ ഭരണമാറ്റവും അവരുടെ ആണവ പദ്ധതിയുടെ സമ്പൂർണ്ണ തകർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ട് 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം 4-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ലക്ഷ്യങ്ങൾ ഒന്നും നേടാനാകാതെ സൂപ്പർ പവറുകൾക്ക് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്യാധുനിക ആയുധങ്ങളുടെ പിൻബലത്തിലും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇറാന്റെ പ്രതിരോധം എളുപ്പത്തിൽ തകർക്കാം എന്നായിരുന്നു അമേരിക്ക ഇസ്രയേൽ സഖ്യം കണക്കുകൂട്ടിയത്. പരമോന്നത നേതാവ് അലി ഖമനയുടെ വധവും ശക്തമായ വ്യോമാക്രമണങ്ങളും ഇറാനെ തളർത്തുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഭരണകാര്യത്തിൽ ഇറാന്റെ 2ാം നിര 1-ാം നിരയേക്കാൾ ശക്തമായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഇസ്രയേലിലും അമേരിക്കൻ സൈനിക ക്യാമ്പുകളിലും ഇറാൻ നടത്തിയ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അവരുടെ പ്രതിരോധങ്ങൾ തകർക്കുകയും ചെയ്തു. ഇറാന്റെ ഷഹദ് ഡ്രോണുകളും സൈനിക താവളങ്ങളിൽ കനത്ത നാശം വിതച്ചപ്പോൾ അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങൾ തകർത്തതും അപ്പാച്ചെ കോപ്റ്റർ വീഴ്ത്തിയതും അമേരിക്കയുടെ പ്രതിരോധശേഷിയുടെ കുറവുകൾ ഈ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നതായിരുന്നു. തങ്ങളെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയെ ഒന്നാകെ നിശ്ചലമാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ ഇതിലൂടെ തെളിയിക്കുകയും ചെയ്തു. UAE, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലാണ് കനത്ത ആക്രമണങ്ങൾ ഇറാൻ നടത്തിയത്. ഒടുവിൽ യുദ്ധം തുടങ്ങിവെച്ചവർ തന്നെ സമാധാന കരാറുമായി വരേണ്ടി വന്നു.